എങ്ങനെ തോന്നിയടാ മഹാഭാവി നിനക്കിത് ചെയ്യാൻ? നരഭോജിക്കറ്റ ഉണ്ടായതാണ് നീ. അവർ പോലും ഇത്ര ക്രൂരത ചെയ്യൂല. സ്വന്തം കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ട് ഇടിച്ചിടിച്ച് അവൻ കൊന്നു. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ആദ്യം പറഞ്ഞത് ബിസ്ക്കറ്റൊക്കെ കഴിച്ചതിൻ്റെയാണ് എന്നാണ്. പിന്നീടാണ് കുട്ടി ഉള്ളിലേറ്റ ക്ഷതം കാരണമാണ് മരണപ്പെട്ടതെന്ന് തിരിഞ്ഞിട്ടുള്ളത്. എത്ര ആൾക്കാരാണ് കുട്ടികളില്ലാതെ അമ്പലങ്ങളും പള്ളികളും ഹോസ്പിറ്റലും കയറി പ്രാർത്ഥനയും മരുന്നുമായിട്ട് നടക്കുന്നത്. നിനക്കൊക്കെ ആ വേദന മനസ്സിലാകണമെങ്കിൽ മക്കളില്ലാത്തവരുടെ അടുത്ത് പോയിട്ട് ഒരു 5 മിനിറ്റെങ്കിലും ഇരിക്കണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാസികളോട് സംസാരിച്ച് നോക്കുക. കാരണം നമ്മൾ മൊബൈൽ ഫോണുകളിലൂടെയാണ് മക്കളെ വളർച്ച കാണുന്നത്. വിളിക്കുന്ന സമയത്ത് അവരൊന്ന് കരഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ഒച്ച ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം ടെൻഷനാണ്. എൻ്റെ കുട്ടിക്ക് പറ്റിയത്, ഇനി എന്നെ കാണായിട്ടാണോ, അവർ ഓക്കെ അല്ലേ, അങ്ങനെയുള്ള 100 ടെൻഷനുകളാണ്. ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ നിനക്കിത് ചെയ്യാൻ തോന്നി? നമ്മൾ ഈ ഒരു 2026 നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. 2026 തുടങ്ങി ഏകദേശം 1 മാസമേ ആയിട്ടുള്ളൂ. നിങ്ങളെ കയ്യിലുള്ള ഫോണ് ഒന്ന് ജസ്റ്റ് എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ ഏത് സോഷ്യൽ മീഡിയയിൽ വേണമെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ആക്രമിക്കപ്പെടുകയും കുട്ടികൾ മരണപ്പെടുകയും ചെയ്ത ഒരു മാസമാണ് ഈ കടന്നുപോയിട്ടുള്ളത്. എന്താണ് ഇങ്ങനെ? ഇതിനൊരു അവസാനമല്ലേ? കുട്ടികൾ ആക്രമിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യം പിന്നെ ഇല്ല. കാരണം കുട്ടികൾ വളർന്നിട്ട് വേണം യുവാക്കളും മധ്യവയസ്കരും വൃദ്ധരും ആകാൻ വേണ്ടിയിട്ട്. കുട്ടികൾ ഓരോ ദിവസവും ഇങ്ങനെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മെയിൻ കാരണം എന്താ പറയുക? നമ്മൾ ഇപ്പം ഈ ആൾക്ക് കറക്റ്റ് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇയാൾക്ക് എന്ത് ശിക്ഷയാണോ കിട്ടുന്നത് ആ ശിക്ഷ പിന്നെ സമൂഹ മാധ്യമത്തിലൂടെ ഇട്ട് ജനങ്ങളെ അറിയിക്കണം. ഇനി ഒരാൾ ഇങ്ങനെ ചെയ്യാത്ത രീതിയിലുള്ള ശിക്ഷ ഇയാൾക്ക് വാങ്ങിക്കൊടുക്കണം. ഇപ്പം ഇയാൾ കുട്ടീനെ കൊന്നു എന്ന് തെളിഞ്ഞു, എന്തുകൊണ്ട് ഇയാളെ കൊല്ലുന്നില്ല? അയാൾ കൊന്നു, അയാളെയും കൊല്ലണം. ഇൻസ്റ്റൻ്റായിട്ടുള്ള നിയമങ്ങളും നടപടികളും തീർപ്പാക്കലും നമ്മളെ സമൂഹത്തിൽ ഉണ്ടായില്ലെങ്കിൽ ഒരുപാട് കുട്ടികളും ആൾക്കാരും ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം നമ്മളിത് കേട്ടോണ്ട് നിൽക്കുകയാണ്, ഓരോ തുടരെയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ്. എനിക്ക് നിങ്ങൾ ഒളിച്ചോടുന്നവരോടും അല്ലെങ്കിൽ ഈ കുട്ടികളെ കൊല്ലാൻ നിൽക്കുന്നവരോടും പറയാനുള്ള, ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് മക്കളെ വേണ്ടേ, നിങ്ങളൊരു കാര്യം ചെയ്യ്. റോഡരികിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പള്ളികളിലോ അമ്പലങ്ങളിലോ ഇല്ലെങ്കിൽ വഴി സൈഡുകളിലോ നിങ്ങൾ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എങ്ങോട്ടേലും തൊലഞ്ഞ് പോ. പള്ളികളിലാണെങ്കിൽ അവർ നോക്കിക്കോളും. ആരെങ്കിലും, നമ്മളെ കേരളമാണ്, ആരൊരു കുഞ്ഞ് കരയുന്നത് കണ്ടാലും ആര് വന്ന് എടുത്തിട്ടായാലും ആ കുഞ്ഞിനെ വളർത്തിക്കോളും, അവർ നോക്കിക്കോളും. എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നശിപ്പിക്കാൻ നിൽക്കുന്നത്? അവന് ആദ്യം പറഞ്ഞു അവന് പിന്നെ ഉറങ്ങാൻ പറ്റായിട്ടാണെന്ന്, പിന്നെ പറഞ്ഞു അവന് കാമുകിയായിട്ട് സംസാരിക്കാൻ പറ്റായിട്ടാണെന്ന്. ഒരു കുരുന്ന് ജീവനെ ഇത്രമാത്രം ക്രൂരമായിട്ട് കൊല്ലുന്ന ഇവനൊക്കെ എന്ത് വലിയ ക്രിമിനലായിരിക്കും. തക്കതായ ശിക്ഷ ഇവന് കൊടുക്കണം. ഇവനൊന്നും ഇനി പുറലോകം കാണരുത്. പറ്റുമെങ്കിൽ ഇവന് വധശിക്ഷ വരെ നടപ്പിലാക്കണം. എന്നാലേ മറ്റ് കാണുന്നവർക്ക് ഇത് പേടിയാവുള്ളൂ. ഇല്ലെങ്കിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതിനൊരു അവസാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല.